എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം നമ്മളിന്ന് വന്നിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഹോട്ടൽ കാണാൻ വന്നിട്ടുള്ളതാണത്. ഒരു ഷിപ്പിനെ ഫ്ലോട്ടിംഗ് ഹോട്ടലാക്കി മാറ്റിയിട്ടുള്ളതാണുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് റാഷിദിയ പോർട്ടിലാണ്. ബർദുബായിൻ്റെ അടുത്ത് റാഷിദിയ പോർട്ടിലാണ് ഇത് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അകത്ത് പോയിട്ട് അകത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതിലൂടെയാണ് നമുക്ക് അകത്ത് പോകേണ്ടത്. ക്യൂൻ എലിസബത്ത് QE2 ഇതാണ് ഈ ഫ്ലോട്ടിംഗ് ഹോട്ടലിൻ്റെ പേര്. ഗൈസ്, അപ്പം നമ്മളിന്ന് സത്യത്തിൽ നമ്മുടെ ക്യൂൻ എലിസബത്ത് ഈ ഹോട്ടൽ കാണാൻ വന്നതിൻ്റെ ഉണ്ടല്ലോ സ്പോൺസറാണിത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോടികൾ ചിലവാക്കി റൂം വാങ്ങിയ ആളില്ലേ, ആളെന്നെ പുള്ളി തന്നെ കണ്ടടേക്ക് ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോഴേ നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഗൈസ്, ഇത് ബാക്ക് സൈഡിൽ കണ്ടോ ക്യൂൻ എലിസബത്ത്, അതായത് ദുബായിലെ തന്നെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഹോട്ടലാണ് ക്യൂൻ എലിസബത്ത്. ലക്ഷറി ഹോട്ടലാണിത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ഈ മുതലാളി വന്നിട്ടുണ്ട്. മുതലാളി ഇങ്ങോട്ട് വന്നാൽ കറക്ക് വെളുക്കുള്ളൂ. ഇപ്പം കാണില്ലേ മുതലാളിൻ്റെ കൂടെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എത്തിയത് 3 മണിക്കാണ്. അപ്പോൾ നമ്മൾ ബോർഡിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണി മുതലാണ്. അപ്പോൾ നമ്മൾ വെക്കേറ്റിംഗ് ടൈം 12 മണിക്കാണ്. അപ്പോൾ 3 മണിക്ക് എത്തി. അപ്പോൾ നമ്മൾ ബോർഡിംഗ് ആയതുകൊണ്ട് നമ്മൾ നേരെ അകത്തോട്ട് കയറിയിട്ട് നമ്മൾ എൻട്രിക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നേരെ കയറുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു അടിപൊളി ഹാളാണ് കേട്ടോ. കുറച്ച് കഫ്റ്റേരിയ, അതുപോലെ കുറേ ബുക്സ്, പിന്നെ അതേ കുറേ മോഡൽസും എല്ലാ കാര്യങ്ങളുമായിട്ട് നല്ല രസമുണ്ട്. നല്ല എൻട്രൻസ് ഉണ്ട്, നല്ല രസത്തിലുള്ള അടിപൊളി എൻട്രൻസ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും രജിസ്ട്രേഷൻ ഫോമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഒന്ന് സൈൻ ചെയ്ത് നമ്മളിവിടുത്തെ ദുബായിയുടെ ടാക്സ് ഉണ്ട്. അപ്പോൾ ആ ടാക്സ് മാത്രം നമ്മൾ അടയ്ക്കണം. കാരണം നമ്മൾ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ പറഞ്ഞെടുത്തേ? Where to go? How to go? Only one card is there. What about the access cards? It's inside. Only 2 or what? 2 inside. Can I have one more gate, please? This one more. ഇതിൽ ഗൈഡ്, ഓക്കെ, ക്യൂൻ എലിസബത്തിൻ്റെ ഗൈഡും പിന്നെ 2 ആക്സസ് കാർഡും കിട്ടിയിട്ടുണ്ട് നമുക്കിത്. ഇതാ, ഓക്കെ, ഇത് ഗൈഡല്ലേ? ഓക്കെ, പിടിച്ചോ, ഒരു ആക്സസ് കാർഡ്. ഓക്കെ, അകത്തന്നെ ഈ ഷിപ്പിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ വാളിൽ തന്നെ കുറച്ച് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങൾ, എവിടേക്കാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അകത്ത് വന്ന സമയത്ത് ഇപ്പോൾ ക്രിസ്മസ് ഡിസംബറിലായത് കാരണം ക്രിസ്മസിൻ്റെ രീതിയിലുള്ള നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. കുറേ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും. ഇപ്പോൾ ഇതാണ് കോഫി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അകത്ത് വന്ന സമയത്ത്. പിന്നെ അതുപോലെ നമ്മൾ മോഡൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ക്യൂൻ എലിസബത്തിൻ്റെ, അതിൻ്റെ ഷിപ്പിൻ്റെ കുറച്ച് മോഡൽസ് കാര്യങ്ങൾ. അതുപോലെ ഒരു ഷിപ്പിൻ്റെ മോഡൽ ജസ്റ്റ് വരച്ചിട്ട് അതിൽ ഏതൊക്കെ ഫ്ലോറിൽ എവിടേക്കാണ് ഹോട്ടൽ റൂംസ്, അതുപോലെ എത്ര ഫ്ലോർ ഉണ്ട്, പിന്നെ അതുപോലെ പബ്ലിക് സ്റ്റേസ് എവിടേക്കാണ്, പ്രൈവറ്റ് ഏരിയാസ് എവിടേക്കാണ്, റീറ്റെയിൽ സ്പേസ് എവിടെയാണ്, ഇവൻറ്റ് നടക്കുന്നത് എവിടെയാണ്, ബിസിനസ് സെൻറ്റേഴ്സ് എവിടെയാണ്, അതിൻ്റെ ഡീറ്റെയിൽ ജസ്റ്റ് നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കെച്ച് ഇവിടെ നന്നായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും ഉള്ളിലോട്ട് കയറുന്നതിന് മുമ്പ്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറിയത് ഇതിൻ്റെ ഷിപ്പിലകത്തോട്ടല്ല കേട്ടോ, അത് പ്രൈവറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള റിസപ്ഷനും കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടുന്ന് പുറത്തിറങ്ങി ഇതാണ് ഷിപ്പ് ശരിക്കും. ഓക്കെ ഗൈസ്, ഇതാ ഷിപ്പ്, മാനേജ്ഡ് ബൈ ഒക്കോർ. ഇതാണ്ടോ. അപ്പോൾ ഇനി നമ്മൾ ഹോട്ടൽ റൂമിലോട്ടാണ് പോകാൻ പോകുന്നത്. അത് മൊത്തം 7 ഫ്ലോർ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. റെഡ് കാർപ്പറ്റ് ആണ് കേട്ടോ, റെഡ് കാർപ്പറ്റ് ഉണ്ട്. നമുക്ക് നടന്നു വരുന്നതിന് റെഡ് കാർപ്പറ്റ് ഉണ്ട്. ചുവപ്പ് പരവതാനി വിരിച്ചിട്ട് അതിലൂടെ നടന്നു പോവാം. ഓക്കെ, ഈ എക്സ്പീരിയൻസ് നമുക്ക് തന്ന മുതലാളിക്ക് എന്നും കടപ്പാടുണ്ടായിരിക്കുന്നതാണ്. അയ്യോ, കടലിലാണ് കിടക്കണമെന്നുള്ളതിനെ ഫ്ലോട്ടിംഗ് ആണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാ, ഇത് ഫുള്ള് കടലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കടലാണ്. ഇത് ഇങ്ങോട്ട് സ്ഥലമുള്ളത് ഇത് മാത്രമാണ് റിസപ്ഷനായിട്ട് ബാക്ക് സൈഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്, കയറി പോകുന്നുണ്ട്. ആദ്യം ഇനിയിപ്പോൾ റൂമിലോട്ടാണ് പോകേണ്ടത്. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. ഓ, ഷിപ്പിൽ ലിഫ്റ്റ് തുറക്ക്, കയറിക്കോട്ടെ. Second floor. ഇവിടെ സെക്കൻഡ് ഫ്ലോറാണ് നമ്മൾ പോകുന്നത്. ഫോണ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അലാറം, സേഫ്റ്റി ആയിട്ടുള്ള എല്ലാം ഉണ്ട്. CCTV ക്യാമറ, ബാക്സ് മേലെ. ഓക്കെ, ഒരു സ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്. എത്തുമോ ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ?
എന്താ 3 കഴിഞ്ഞിട്ടാണല്ലോ 2 പോണേ? അതെന്താ നമ്പർ തെറ്റാ അറിയില്ല. ഓൺലൈൻ എക്സിറ്റ് ഗൈസ്, ശരിക്കും ഒരു ഫ്ലാറ്റിൽ വന്ന പോലെയാണ്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടും റൂമുണ്ട്, റൈറ്റും ലെഫ്റ്റിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എവിടെയാണ് റൂം? 2062. ഈ ഫ്ലോറിൽ എത്ര റൂമുണ്ട്? ഈ ഫ്ലോറിൽ മാത്രം 79 അല്ല, അതിലും കൂടുതലുണ്ടാവുമല്ലോ അല്ലേ? 119 റൂം ഈ ഫ്ലോറിൽ മാത്രം തന്നെ ഉണ്ട്. ഇതിൽ ഏകദേശം 400 ചില്ലറ ഫ്ലാറ്റ്സ് റൂം ഉണ്ട് തോന്നുന്നു അല്ലേ? നമുക്ക് എത്രയിലാണ് പോകണ്ടേ? 2062. അപ്പോൾ ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ, ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മളങ്ങനെ ഷിപ്പിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ റൂം തേടി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വാളിൽ അതേപോലെ തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ കൂടുതലൊന്നും മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നത് ആ സമയത്തുള്ള അതുപോലെ തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡാമേജസ് ഒക്കെ റിപ്പയർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കയറിയപ്പോഴൊരു ഇമ്പ്രഷൻ തോന്നിയത് കേട്ടോ. കാരണം നമ്മളൊരു പുതിയ രീതിയിലുള്ള ലക്ഷറിയൊന്നും ഇതിൽ കാണാൻ പറ്റത്തില്ല. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു ആ ലക്ഷറി ഉണ്ടായിരുന്നത് ആ രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫ്ലോറിലോട്ട് കയറാൻ വേണ്ടിയിട്ട് കുറേ ലിഫ്റ്റുകളുണ്ട്. അപ്പോൾ ഓരോ ഫ്ലോറിലോട്ട് കയറാൻ ഓരോ രീതിയിലുള്ള ലിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അകത്തോട്ടെത്തി. ഇത് സെൻട്രൽ കോർട്ട്യാർഡാണ് കേട്ടോ. നമ്മൾ വന്ന ഫ്ലോർ തന്നെയാണ് ഈ സെൻട്രൽ കോർട്ട്യാർഡ് ഉള്ളത്, മറ്റുള്ള ഫ്ലോറുകളിലില്ല. അപ്പോൾ നമ്മൾ തേടി നമ്മൾ ഒരുവിധം പരുവായി. കാരണം ഇത് ഭയങ്കര ലെങ്ത്തുള്ള ഷിപ്പാണ്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്ത് പോകാൻ വേണ്ടി ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിടിച്ചു തേടി 1 മണിക്കൂർ തേടിയിട്ട്. ഓക്കെ, ഉള്ളു പോട്ടെ മലയാളി. അടി പഞ്ചടി അതാ അതിനുള്ളിൽ സൗണ്ടൊക്കെ കേൾക്കണം ബംഗാളിയുടെ. ലൈറ്റ് ഇടുവോ? ലൈറ്റ്സ് ഒന്നും ഇല്ലേ? റൂമിലോട്ട് കയറി AC, TV, ലൈറ്റൊന്നും ഇല്ലേ? ഇവിടെ DB കാര്യങ്ങളൊക്കെ ഉണ്ട്. പവർ DB ഓണാണ്. ഓണാക്കുവോ? ഇതിലേ ഇങ്ങനെ വന്നിട്ട് നമുക്ക് എന്തായാലും കാഴ്ചയാണല്ലോ ആദ്യം കണ്ടത്. ഓക്കെ, എന്താ നോക്കിയേ, ആ കടലിൻ്റെ കാഴ്ചകൾ കണ്ട് ഇവിടെ ചാടാൻ പറ്റുമോ? ഇത് തുറന്ന് ചാടാൻ പറ്റുന്നുണ്ട്. സ്പാൻഡറൊക്കെ എടുത്തിട്ട് വരണം. ഗൈസ്, അപ്പോൾ നമ്മൾ റൂം ഒന്നുകൂടെ ഒന്ന് കറക്റ്റായി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് 602 അല്ല 2062 ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബെഡ്റൂമിലോട്ട് പോവാം. ഓക്കെ, നല്ല ഡബിൾ ബെഡാണ്, നല്ല കിങ് സൈസിൽ ഒരു ബെഡ്. അതുപോലെ ഇവിടെ നിന്ന് നേരെ കടലിലോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. അവിടെ നേരെ ഒന്ന് ക്യാമറമാൻ അതൊന്ന് കടൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ, നല്ല അവിടെ കുറേ പണ്ടത്തെ മമ്മൂട്ടീൻ്റെ പടത്തിൽ കാണുന്ന ഷിപ്പും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, അതല്ലാണ്ട് ഇവിടെ ഇതിൻ്റെ കൂടെ ഇവർ എന്താ സംഭവം, എന്ത് ഫുൾ ക്രീം മിൽക്ക് ചായ കുടിക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ക്യൂൻ എലിസബത്തിൻ്റെ നല്ലൊരു അടിപൊളി വാട്ടർ. ഓക്കെ, ഒരു ഇത് നല്ല വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് ചൂടുവെള്ളം റെഡിയാക്കാനുള്ള സെറ്റപ്പ്, പിന്നെ ടിഷ്യൂ കാര്യങ്ങൾ, ലൈറ്റ്സ്, പിന്നെ നല്ലൊരു നല്ല അടിപൊളി ഒന്ന് കിടന്നേക്കാം. യോ ചാട്ടെ പൊട്ടുവോ? ഓ അമ്മേ, അപ്പ നല്ല TV കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ വൈഫൈ ഫ്രീ ആണ്, അതുകൊണ്ട് നെറ്റ് കാര്യങ്ങൾക്കൊക്കെ സെറ്റപ്പാണ്, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ കൂരി വെച്ചിട്ട് പിന്നെ കിടക്കാം. ഓക്കെ, നല്ല സെറ്റായി നന്നായിട്ട് ഒരു ഹോട്ടൽ സെറ്റപ്പിൽ. പിന്നെ ടെലിഫോണോ കാര്യങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുക. ഹലോ, അസ്സലാമു അലൈക്കും, 2 പൊറോട്ടയും ബീഫും വരട്ടെ. ഓക്കെ, പറയുക. പിന്നെ ബാക്കി ഇതിൽ എന്തെങ്കിലും നമുക്ക് റൈറ്റിങ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉള്ളത്. പിന്നെ ഇതെന്താ, ടവൽ ആൻഡ് ബെഡ് ലൈൻ പ്ലാന്റ്സ് ട്രീസ്. പിന്നെ റിമോട്ട് ഉണ്ട്. ഇവിടെ ഒരു കണ്ണട അടിപൊളിയായിട്ട് ചന്തൊക്കെ നോക്കുക. ബാക്കിൽ നമ്മുടെ ക്യാമറമാൻ മുതലാളി. ഓക്കെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്കറ്, പിന്നെ അതേപോലെ ഇതിൽ കുറച്ച് ടവല്, ഹെയർ ഡ്രയർ, മുടിയൊന്നുമില്ല പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയൊക്കെ എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഹെയർ ഡ്രൈ ഒക്കെ ചെയ്ത് കാര്യങ്ങൾ, ലോണ്ട്രി ബാഗ്. ഓക്കെ, പിന്നെ അതിലൊന്നുമില്ല, ഒരു ലോക്കറുണ്ട്. പിന്നെ നിങ്ങൾക്ക് നടക്കാൻ ഇവിടെ നല്ല നമ്മുടെ വൃത്തിയുടെ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് നല്ല സ്മൂത്ത് നല്ല 2 ചെരുപ്പൊക്കെ തന്നിട്ടുണ്ട്. 2 ആളുണ്ട് പറഞ്ഞാൽ 2 ആൾക്കുള്ള ചെരുപ്പ്. പിന്നെ ഷവർ ക്യാപ്പ്, പിന്നെന്താ പിന്നെ ഡെൻ്റൽ പല്ലിയേക്കാം. അത് ശീലമില്ലാത്തതുകൊണ്ട് പിന്നെ വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ മെയിൻ വാഷ്റൂം, യൂറോപ്യൻ ക്ലോസറ്റ്, 2 ടവല്,
2 ഗ്ലാസ്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബാത്റൂമിനുള്ളിൽ എന്തിനായിരിക്കും ഗ്ലാസ് മുതലാളി? വാഷ്റൂമിൽ ഇരുന്ന് കണ്ടുപിടിക്കാം. അത് സ്വാഭാവികം. അത് അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഹാൻഡ് വാഷ് കാര്യങ്ങൾ, പിന്നെ അടിപൊളി ഒരു ബാത്തപ്പ്. ഈ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇതെന്തിനാണോ ഇവിടെ ഇല്ല? എന്നാൽ മുഴുവനായിട്ട് വെച്ചാലല്ലേ വെള്ളം കൊണ്ട് പോകാതിരിക്കത്തുള്ളൂ. ഇവിടെ ബാത്റൂമിൽ ഇരിക്കുന്ന ആൾക്ക് പോകാനിരിക്കുകയാണ്. പക്ഷേ ഇത് ലെങ്ത്ത് ഭയങ്കര കുറവാണ്. ഇവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. കണ്ണടയായിട്ട് കാണില്ല മുതലാളി. കിടക്കാൻ പറ്റത്തില്ല. ഇത്രയും പറ്റും. പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഇതെങ്ങനെയാണെങ്കിൽ കള്ളുടിക്കുന്ന ഒരു മലയാളി പറഞ്ഞ പോലെ ഇങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വെള്ളമൊക്കെ വെച്ചിട്ട് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം. എന്നിരുന്നാലും മലയാളി പറഞ്ഞുകൊണ്ട് അതെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, എന്നാലും ജസ്റ്റ് പറഞ്ഞു മാത്രം. ഇവിടെയും ജെല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വിധപ്പെട്ട എമർജൻസിക്ക് വേണ്ടിയിട്ട് ടെലിഫോൺ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്പറും കാര്യങ്ങളും നമ്മൾ നാട്ടിലോട്ടൊന്നും വിളിക്കാൻ പറ്റില്ല, റിസപ്ഷനിലോട്ട് വിളിക്കാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ റൂമിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. പിന്നെ ബാക്കി റിസപ്ഷനിൽ ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി ഹോട്ടലിൻ്റെ അകത്തോട്ട് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഒന്ന് പോയി നോക്കിയിട്ട് കാഴ്ചകൾ കാണാം. ഗൈസ്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, നമ്മൾ നേരത്തെ ചായയുടെ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇതാ നെസ്കഫേ, ഷുഗർ വേണമെങ്കിൽ, യെല്ലോ ലിപ്റ്റൺ ടീ, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബ്ലാക്ക് ടീ, പിന്നെ മസാല ചായ ഇന്ത്യൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഇതെന്താ മുതലാളി? ഷുഗർ. ഇതിൽ പ്രത്യേക ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് എടുത്തിട്ടുണ്ടായിരുന്ന മുതലാളിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റൂമിൽ നമ്മൾ ഈ TV തന്നെ കറക്റ്റായിട്ട് എഴുതി വെക്കുന്നുണ്ടോ? ഡിയർ ചന്ദ്രോത്ശാലിത്. ഗൈസ്, അപ്പോൾ നമ്മൾ ട്രാവലർ കോവ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. അത് കാണാൻ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അതായത് ഈ ഷിപ്പിൻ്റെ ഉണ്ടായിരുന്ന സമയത്തുള്ള ടൈപ്പ് റൈറ്റിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഹോക്കി സ്റ്റിക്ക്, ടൈപ്പ് റൈറ്റർ ഒക്കെ അന്നത്തെ കാലത്ത്, അതായത് ഇത് 69 മുതൽ 2008 വരെ ഉണ്ടായിരുന്ന സംഭവമാണ്. ഇതുണ്ട് 905 ഉണ്ടായിരുന്ന മണി 966 പിന്നെന്തൊക്കെയാ? അതിൻ്റെ കുറച്ച് സാധനങ്ങളും കാഴ്ചകളും മാത്രമാണ്. ഇത് അന്നത്തെ പെൻസിലൊന്നും ആയിരിക്കില്ല, വെറുതെ അതുപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? രണ്ടായിരത്തി 2008 എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ ആണത്, ക്യൂൻ എലിസബത്തിൻ്റെ. അതായത് ഇത് 1967 എലിസബത്ത് രാജ്ഞിയില്ലേ, അവർക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചതാണിത്. അന്ന് തുടങ്ങി. എന്നിട്ട് 1969 പണി കഴിച്ചിട്ട് നീറ്റിലിറങ്ങി, അതായത് കടലിലിറങ്ങി. 1969 മുതൽ 2008 വരെ ഇത് കടലിലുണ്ടായിരുന്നു. 2008 ദുബായ് ഗവൺമെൻറ് ഇത് മേടിച്ചിട്ട് ഇവിടെ നിർത്തിയിട്ടിട്ട് 2008 മുതൽ, അതായത് 18 വരെ ഇത് പണിയെടുത്തു ഇതിനെ ഹോട്ടലാക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 10 കൊല്ലത്തോളം പണിയെടുത്തിട്ടാണ് ഈ സംഭവം ഹോട്ടലാക്കി മാറ്റിയിട്ടുള്ളത്. അന്നത്തെ ലക്ഷറി ഹോട്ടലാണിത്. അതായത് കപ്പലാണ് ഈ പറയുന്ന ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ശ്രീകാന്ത് ഭായി പ്രത്യേകിച്ചിട്ടാ, പുള്ളി കാണുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഓർമ്മയുണ്ടാവും. ഈ ഹോട്ടലിന് വേണ്ടിയിട്ട് സബ്സ്റ്റേഷൻ, ഇതിൻ്റെ പവറിന് വേണ്ടിയിട്ട് മാത്രം ഒരു പ്രത്യേക സബ്സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് നമ്മളൊരു സുഹൃത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അന്നത്തെ തെർമോമീറ്ററാ അല്ലേ ഇത്? എന്താ ഈ സാധനം? ലൈഫ് ബോട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതെന്താ സംഭവം? ടെമ്പറേച്ചറിൻ്റെ തന്നെയാ? ബാരോമീറ്റർ. സംഭവം നല്ലല്ലേ, അന്നത്തെ കാലത്തെ ഇതാണ്. ഓക്കെ, പിന്നെ ഈ കോട്ടും ചൂട്ടൊന്നും അന്നത്തെ കാലത്തൊന്നും ഉണ്ടാവില്ലായിരിക്കും, വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുള്ളതാണ്. ഇതെന്താ? സിഗ്നൽ കൊടുക്കാനുള്ളതാ, ലൈഫ് ലൈനിൻ്റെ. പിന്നെ ഇതാ ഓഫ്, അന്നത്തെ ടൈപ്പിലെ ക്യാമറ നോക്കിയേ, സോണിയുടെ ക്യാമറ. പിന്നെ അതിൻ്റെ ഇതുണ്ട്, ഫിലിമിൻ്റെ കാസറ്റ്, വീഡിയോ ക്യാമറ ഉണ്ട് കേട്ടോ. ഒന്ന് നോക്കി. വേൾഡ് ക്രൂയിസ്
കുറേ അന്നുണ്ടായിരുന്ന ഷിപ്പ് ക്രൂസിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അതിൽ. റേഡിയോ, ചെറിയബൽ റേഡിയോ നോക്കി, അന്നത്തെ റേഡിയോ നോക്കിയേ, ടെലിഫോൺ സെറ്റപ്പ്. ഇത് സ്കോട്ട്ലാൻഡിലാണ് ചെയ്തതെന്നുള്ളതുണ്ടോ, സ്കോട്ട്ലാൻഡ്. വർഷിപ്പ് മാനുവൽ, ഹിസ്റ്ററി ഓഫ് കൺവേർഷൻ. ഇതെന്താ സംഭവം? റേഡിയോ സൈലൻസ് ക്ലോക്കോ? അത് സംഭവം അറിയുന്നവരുണ്ടെങ്കിൽ പറയണേ. എന്തായാലും വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇതാ പ്ലേറ്റ് കാര്യങ്ങൾ, അന്നത്തെ ഹോട്ടൽ, അതായത് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കൊടുക്കുന്നതല്ലേ, ലഞ്ചിനുള്ള മെനു, ഡിന്നറിനുള്ള മെനു. എന്താണ്? ജ്യൂസ്, ഓറഞ്ച്, ടൊമാറ്റോ, ഗ്രേപ്പ് ഫ്രൂട്ട്, സൂപ്പ്. എന്താ സൂപ്പിൻ്റെ പേരൊക്കെ? ഫിഷ്, എഗ്സ്, ഗ്രില്ല്, പിന്നെ വേറെന്താ, വെജിറ്റബിള്, ഐസ്ക്രീം, സ്ട്രോബെറി, വാനില. അതൊക്കെ പെട്ടെന്ന് നമുക്ക് അറിയുന്നുണ്ട്. ബാക്കിയൊന്നും നമുക്ക് കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല. അറിയുന്നവരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ വന്നാൽ മതി. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതെന്താ? ക്യൂൻ എലിസബത്തിൻ്റെ ചീർപ്പാ? ചുമ്മാ RMS ക്യൂൻ എലിസബത്തിൻ്റെ ചീർപ്പ്. ഇതൊക്കെ ചുമ്മാ പുതിയത് ഉണ്ടാക്കി വെച്ചായിരിക്കില്ലേ? വള, കണ്ണാടി, മോയ്സ്ചറൈസർ, ലോഷൻ. ഇതെന്താ സംഭവം? ഇതിൽ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ. ഏതെങ്കിലും ഒരു മാപ്പ് എടുത്തിട്ട് സാർക്ക് അറിയുന്നുണ്ടോ നോക്കി. വല്ലതും അറിയുന്നുണ്ടോ അതിൽ? ലിവർപൂൾ, ഇംഗ്ലണ്ട്, വെസ്റ്റ് കോസ്റ്റ്, അതിൻ്റെ മാപ്പാണത്. അതിനനുസരിച്ചിട്ട് ഇവർ ഇതെങ്ങനെ നോക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല. അറിയുന്നവരുണ്ടെങ്കിൽ പറയണേ. പിന്നെ ഇതിൽ കുറേ മാപ്സ് ഉണ്ട്. സിൽവർ ജൂബിലി 977 രാജ്ഞിക്ക് വേണ്ടി ഉണ്ടാക്കി. അതാ രാജ്ഞി ഇരിക്കുന്ന ചെയർ അല്ലേ? ക്യൂൻ എലിസബത്ത്. നടന്ന് പുറത്തോട്ട് ഇവിടെ ഒരു പവലിയൻ ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ അവിടെ ശീശ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. പവലിയൻ. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു വന്നു കഴിഞ്ഞാൽ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യമുള്ളത്. ശീശ കാര്യങ്ങൾ. പുറത്തോട്ട് വരാം. ഇവിടെ അടിപൊളി നല്ല കിടുക്കാച്ചി ഒരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ സെറ്റപ്പിൽ ഇതിലൂടെ ഇങ്ങനെ മേലോട്ട് കയറി പോകാൻ പറ്റും. ഇതിൽ കയറാലോ? ഇല്ല, ഇത് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് അപ്പുറത്തൂടെ കയറി പോകണം. കഴിച്ച് ഇനി നമ്മൾ ഇതാണ് പവലിയൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇവിടെ ശീശ കാര്യങ്ങൾ കാശാണ്, എല്ലാത്തിനും കാശാണ്. നമ്മളൊന്നും ചിലവാക്കില്ല, മുതലാളിനെ മുടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മേലെ മാത്രം ജസ്റ്റ് ഒന്ന് കാഴ്ചകൾ മാത്രം കാണാം. ഓക്കെ ഗൈസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇഷ്ടംപോലെ ബോട്ടും കാര്യങ്ങളും. നമ്മൾ അവിടെ നിന്ന് ഗ്ലാസ്സിനുള്ളിലൂടെ കാണിച്ചില്ലേ, ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങോട്ട് ഇവിടെ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ നല്ല അടിപൊളിയല്ലേ, നല്ല കിടക്കാച്ചി സെറ്റപ്പാണ്. ബാക്ക് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ. മുതലാളി ഭയങ്കര ടെൻഷനിലാണ്. ബാക്കിലെ കാഴ്ചകൾ കാണാൻ പറ്റില്ലേ? ഓക്കെ, നല്ല കിടലല്ലേ, ഇങ്ങനെ പരക്ക കിടക്കുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം അത്രയും ബ്ലാക്ക് ഇതടിക്കുന്നുണ്ട് ഇതിലോട്ട്. ബാക്ക് സൈഡിലോട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന അവിടെ നിന്ന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മേലോട്ട് ഒന്നുകൂടെ കയറാം, എന്നിട്ട് അവിടുത്തെ കാഴ്ചകളോട് കാണിച്ചു തരാം. ഇത് ഹോട്ടലിനകത്തുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയത് കാരണം എല്ലാ ഹോട്ടൽസിലും ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള 4-5 ഹോട്ടൽസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു മെയിൻ ഹോട്ടലാണ്, പവലിയൻ ഹോട്ടൽ. അതുപോലെ വേറെ ഹോട്ടൽസൊക്കെ ഉണ്ട്, എല്ലാം പേയബിൾ. അതുപോലെ വിലയും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ എല്ലാം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് മുന്നേ ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഗ്ലാസ് പച്ചവെള്ളമായിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും വന്നല്ലേ, വെള്ളമെങ്കിലും കുടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് മുതലാളി.
ഓക്കെ ഗൈസ്, എൻ്റെ പൊന്നെ, കപ്പലിൽ കയറുന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു രീതിയിലാവുന്നുള്ളത് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കപ്പലെ ഹോട്ടലിൽ ഇതുപോലെ നോക്കി ലോഞ്ച് സെൻറ്ററിലൊക്കെ ഇരുന്ന് ഇതെവിടെ ഇങ്ങനെ ഇരുന്ന് ആയി കിടുമല്ലേ, നല്ല ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഇവിടെ ജിമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ക്യാമറയിലെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കഴിയാറായി. അപ്പോൾ ഇനി ബാറ്ററി മാറ്റിയിട്ട് നമ്മൾ നേരെ ജിമ്മും സ്വിമ്മിംഗ് പൂളും കണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഒരു കുളി പാസ്സാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, സമയം. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ ഷൂ ഉണ്ടായിരുന്നു, ഷൂ ഒക്കെ മാറ്റി ചെരുപ്പ് കിട്ടും. ചെരുപ്പ് നോക്കി, ഹോട്ടലിൻ്റെ ചെരുപ്പ്. ഓക്കെ, ടവല്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കുളിക്കുക പിന്നെ ജിമ്മ്. ഇത് ചെയ്യൊന്നുമില്ല, എന്താണ് അവിടുത്തെ കാഴ്ചകൾ കാണണമല്ലോ. കാഴ്ചകൾ കാണാതെ നമ്മൾ ഒരു ഇതുമില്ല. ലിഫ്റ്റോടെ മുരളി വാ വരും എന്നാ പോയേക്കാം. ഇതാണ് മിഡ് ഡെസ്ക് കേട്ടോ, നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടായിരുന്നു. ഇതിൻ്റെ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിങ്ങനെ പോവാ. ഇതെന്താ, ആഹാ ഇത് കൊള്ളാലോ. നമ്മൾ സത്യത്തിൽ ജിമ്മ് കാണാൻ പോകാൻ വേണ്ടി നിന്നാണ്. പക്ഷെ ആക്ച്വലി ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് എമർജൻസി എക്സിറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലൂടെയാണ് നമ്മൾ കയറി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ വന്ന വഴിക്ക് തന്നെ ആയിരുന്നു കേട്ടോ ആക്സസ്. അതായത് എല്ലാ ലിഫ്റ്റും എല്ലാ ഫ്ലോറിലോട്ടും പോകുന്നില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതാ. ഓക്കെ, QE2 പൂൾ ആൻഡ് ജിം ആക്സസ്. ഓക്കെ, ജിമ്മിലോട്ട് പല ആൾക്കാരും പോയിട്ടുണ്ട്. പിന്നെ ഇതിന് പ്രത്യേകത ഉണ്ട് കേട്ടോ, അവിടെ വരുന്ന സമയത്ത് ഇതിനെല്ലാത്തിനും ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതിനും ടൈമിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ പോകുന്നത്, ജിമ്മല്ലേ? ഇതിൽ സമയമുണ്ടായിരുന്നു. മോർണിംഗ് 7 to 7 ആണ്. വൈകുന്നേരം ഇവിടെ 3 മണിക്കാണ് നമ്മൾ ചെക്കിങ് ചെയ്യുന്നത്. 12 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. അതാണ് റൂമിൻ്റെ റെൻറ്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ 7 മണി. അപ്പോൾ നമ്മൾ 3 മണിക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണി വരെ ഉപയോഗിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ രാവിലെ 7 മണിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുളിക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കാലത്ത് പോവാം. ലിഫ്റ്റ് വന്നു കേട്ടോ. QE2 ജിമ്മ്. ഓക്കെ, സെൻട്രലായിട്ട് പൂളും 2 സൈഡിൽ ജിമ്മാണുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളത് ട്രെഡ്മില്ലാണ്. ട്രെഡ്മില്ല് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചു തന്നിട്ടായിരുന്നു. എന്നിരുന്നാലും ഒന്നുകൂടെ ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. ഈ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഓടാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. സ്റ്റാർട്ട്. ഇവിടെ ഇതേപോലെ തന്നെ കേട്ടോ, ടെക്നോളജിയുമായി തരണേ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓടണമെങ്കിൽ ലൊക്കേഷനെ കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ എവിടെ ഓടുക, സ്പീഡ് കൂട്ടട്ടെ. സെർച്ച് ഇന്ത്യ ഒന്നുമല്ല, ഇതിൽ കുറേ റെക്കോർഡഡ്, അതായത് ഈ സ്ഥലങ്ങളുടെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ ഓടി. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം പറയാ, അറിയാത്തവർ ഇതിൽ കയറി ഓടാനൊന്നും ചെയ്യരുത്. അറിയുന്നവർ മാത്രം ഓടുക. ഈ ചെരുപ്പൊന്നും ഇട്ടിട്ട് ഓടാനും പറ്റത്തില്ല. സൈഡിലോട്ട് മാറി നിൽക്കുക, എന്നിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ തലയും കുത്തിയാണ്ട് വീഴും. സ്റ്റോപ്പ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇതിന് മേലോട്ട് കയറിയതാണ്. മലയാളി ഓടുന്നുണ്ടോ? ഓക്കെ, ഏതാ സ്ഥലമാണ്? സെൽറ്റി ബാഴ്സലോണിയ. ഓക്കെ, എന്നിട്ട് ബാഴ്സലോണിയയിൽ കൂടെയാണ് നീ ഓടുന്നത്. സ്പീഡ് കൂട്ട്. ഇപ്പോൾ എത്രയുള്ളത്? 8, 5.7, 7.2, ഒരു 10 ആക്ക്. നല്ല ഓടുള്ളൂ. ഓട്. ഏത് ചെരുപ്പിട്ടാ ഓടണോ നോക്കടാ. ലാസ്റ്റ് വീണ എടാ, സ്റ്റോപ്പ് ചെയ്തോ? മതി ഗൈസ്. നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഈ സൈഡിലുണ്ടെന്നുള്ളത്. ഓക്കെ, വെയിറ്റ് കാര്യങ്ങളുടെയൊക്കെ. ഇതാ, അറിയാത്ത പണിക്ക് കയറി നിൽക്കരുത്. നമ്മൾ ക്യൂൻ ഉത്സവത്തിൽ വന്നപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ലൈഫ് ഗാർഡായിട്ട് ഇതാ ലൈഫ് ഗാർഡ്. എവിടെ പോയാലും നമ്മൾ മലയാളി തന്നെയാണ് അല്ലേ? പേരെന്താ പറഞ്ഞേ? അബ്ദുൾ റസാഖ്. ഒരു മിനിറ്റേ, നമ്മളിതാ ലൈഫ് ഗാർഡ് സ്വിമ്മിംഗ് പൂളിൽ നമ്മളെന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവില്ല എവിടെയും സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട്. അതിൽ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റാണ്.
മലയാളി എവിടെ പോയാലും മലയാളി ഉണ്ടാവും പറയുന്നത്. എൻ്റെ പേരെങ്ങനെ? അബ്ദുൾ റസാഖ്. എത്ര വർഷമായി ഇവിടെ ലൈഫ് ഗാർഡായിട്ട്? ഇവിടെ കമ്പനിയിൽ 5 വർഷമായി, ഇവിടെ 1 വർഷമായി. എങ്ങനെയുണ്ട് ക്യൂൻ എലിസബത്തിലെ? ഇവിടെ ഒക്കെ സെറ്റാണ്, ഇൻഡോർ പൂൾ ആയതുകൊണ്ട് സെറ്റാണ്. എത്ര വർഷമായിട്ട് ഇപ്പോൾ ലൈഫ് ഗാർഡായിട്ട്? ലൈഫ് ഗാർഡായിട്ട് 5 വർഷം മൊത്തത്തിൽ. അതൊക്കെ ഔട്ട്ഡോർ പൂൾ ആകുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് വെയിലത്തൊക്കെ. ഇവിടെ ആകുമ്പോൾ ഇൻഡോർ ആകുമ്പോഴത്തേക്ക് ബീച്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര വർഷമായി മറ്റേ പിന്നെ ഇതായിട്ട് ലൈഫ് ഗാർഡായിട്ട്? 5-6 വർഷമാകുമ്പോൾ. ഇവിടെ വന്നിട്ടാണോ പഠിച്ചത് അതോ നാട്ടിലാണ്? അല്ല, നാട്ടിൽ നിന്ന് ഒരു ഇന്റർവ്യൂ എടുത്ത് അറ്റൻഡ് ചെയ്ത് ഒന്നാണ്. പിന്നെ അവിടെയും ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ട്രെയിനിങ് ഉണ്ട്. പരിപാടി ഇപ്പോൾ നാട്ടിൽ ഫിഷർമാൻ ആയിരുന്നു, മീൻ പിടിക്കുന്നത്. എവിടെ നാട്ടില്? ട്രിവാൻഡ്രം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയും കുറെ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ. ഈ രീതിയിൽ ഫിഷറും നല്ല രീതിയിലുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശമ്പളം നമ്മളെ സപ്ലൈ കമ്പനിയാണ്, കുഴപ്പമില്ല. എന്തായാലും നാട്ടിൽ ഒരു 25,000 ഒരു 30,000 പോയി കഷ്ടപ്പെടുന്നതിനെയും കാട്ടി നാട്ടില് കടലിൽ പോയിട്ടായിരുന്നു കടലിലായിട്ട്. മീൻ പിടിക്കാൻ. ഓക്കെ, അപ്പൊ കണ്ടതിൽ സന്തോഷം. ഓക്കെ, ഗുഡ് ബൈ. നമ്മുടെ ലൈഫ് ഗാർഡ് എവിടെ പോലാണ് മലയിൽ ഉണ്ടാവും എന്ന് പറയാറ്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ജിമ്മിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കൺസൾട്ട് ഫിസിഷ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പരിപാടിയൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തായാലും ഒരു ട്രെയിനർ വേണമെന്ന്. ഓപ്പൺ 7 to 7. പിന്നെ എക്യുപ്മെൻറ്റ്സ് അവർ ഓൺ റിസ്കിൽ ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. നോ സ്മോക്കിംഗ് ആണ്. ചേഞ്ചിങ് റൂം ഫോർ വുമൺ, ചേഞ്ചിങ് റൂം ഫോർ മെൻസ്. ഇവിടെ മെൻസ് കാര്യങ്ങൾ എങ്ങനെയുണ്ട് റൂംസ് നോക്കാം. ഓക്കെ, ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി അലോഡ് അല്ല, എന്നിരുന്നാലും ഇതാ ലോക്കർ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ 2 വാഷ് ബേസിൻ, ഒരു യൂറിൻ, പിന്നെ അതുപോലെ ഇവിടെ ഒരു WC, ഇവിടെ ഒരു ഷവർ. ആകെ ഒറ്റ ഷവറുള്ളൂ. ഇങ്ങോട്ട് വന്ന ഷവർ ഒന്ന് കാണിച്ചു തരാമല്ലോ. ചെറിയ വലിയ ഹോട്ടലിൻ്റെ സെറ്റപ്പുള്ള ഷവറൊന്നും ഇല്ല. ഒരു സാധാ ജുജൂബി വീടുകളിൽ ഇതിനെക്കാട്ടിയും സെറ്റപ്പ് ഉണ്ടാവും. നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടാവും അപ്പാർട്ട്മെൻറ്റിലെ സെറ്റപ്പ്. ഇതിനെക്കാട്ടി സെറ്റപ്പ് ഉണ്ട്. WC ഒന്നും വലിയ കാര്യമില്ല. ഇതൊന്നും ഒരു പിന്നെ അത് ഫ്ലോ ട്രാപ്പ് കാര്യങ്ങൾ, വാഷ് ബേസിൻ. ഓക്കെ, വെയിറ്റ്, അത് ചൂച്ചു ഒഴിക്കാനുള്ളത്. ഓക്കെ, ഇത് വാഷ് ബേസിന് വലിയ അങ്ങനെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ലക്ഷറി ആണെന്നുള്ളതൊന്നും ഇല്ല. പിന്നെ ഇതിൽ ലോക്കറിൽ നമ്പർ ലോക്കും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട്. കുറച്ച് ലോക്കർ, കാരണം ഈ ജിമ്മൊന്നും വലിയ അത്രയും സൗകര്യങ്ങളുള്ള ജിമ്മൊന്നും അല്ല. ഓക്കെ, ഷിപ്പിനകത്ത് തന്നെയുള്ള അടുത്ത ബാർ കേട്ടോ, ഹോട്ടൽ വിത്ത് ബാറാണ്. ഇതുപോലെ 3-4 എണ്ണം ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്, കാശ് മാത്രം മതി. പഴയ കാലത്തുള്ള കുറേ സുവനീറും കാര്യങ്ങളൊക്കെ വാളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കുറേ ടേബിൾസൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയാണ് കുറച്ച് ഇത് ചെയ്തിട്ടുള്ളത്. കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ വന്ന് കാസിനോയിലെത്തിയിട്ടോ. പണ്ട് കാലത്തുള്ള എല്ലാ ക്രൂയിസർ ഷിപ്പുകളിലും കാസിനോ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ പണ്ട് കാലത്തുണ്ടായിരുന്ന ആ കാസിനോ ആണ്. അതിനെ ഒന്നും മാറ്റമൊന്നും ചെയ്യാതെ അതേ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും വർക്കിംഗ് അല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് വരുന്ന ആൾക്കാർക്ക് അന്നുണ്ടായിരുന്ന കാസിനോ എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സംഭവം കിടുവാണ്. എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും പോയി ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണം. കാരണം 969 കാലഘട്ടത്തിൽ പണിത ലക്ഷറി ഹോട്ടലാണിത്. ഹോട്ടൽ വിത്ത് ക്രൂയിസർ ഷിപ്പാണ്. അപ്പോൾ ആ ഒരു കാലത്തെ, അതും എലിസബത്ത് രാജ്ഞിക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണിത്. അപ്പോൾ സെറ്റപ്പ് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്മസിൻ്റെതായത് കാരണമേ ക്രിസ്മസിൻ്റെ സെറ്റപ്പും കാര്യങ്ങളാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. അവിടെ എല്ലാ ദിവസങ്ങളിലും പ്രോഗ്രാം നടക്കാറുണ്ട്. അത് ഓരോ ദിവസമായിട്ട് പ്രത്യേകം വേറെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പം ഞങ്ങൾ പോയ ദിവസം ഒരു മാജിക്കിൻ്റെ പ്രോഗ്രാമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആ മജീഷ്യൻ്റെ അടുത്ത് ഫോട്ടോ എടുത്തിട്ട് പുള്ളിയുടെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ 50 ദിറംസോ 100 ദിറംസൊക്കെയാണ്. എങ്ങനെ പോയാലും ക്യാഷ് കൊടുത്ത് കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനോട് ചേർത്തിട്ട് തന്നെ ഡ്രിങ്ക്സിന് കാര്യങ്ങളുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഷിപ്പിനകത്താണ്, അതും കടലിലോട്ട് കിടക്കുന്ന ഷിപ്പാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ജനലിലൂടെ വന്ന് നോക്കി അറിയാൻ പറ്റും. നമ്മുടെ ദുബായിയുടെ സിറ്റി കാണാൻ പറ്റും. ഓക്കെ ഗൈസ്,
ഡ്യൂട്ടി ഫ്രീക്ക് വേണ്ടിയിട്ട് കുറച്ച് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ വരും തോന്നുന്നു പെർഫ്യൂംസ് അങ്ങനെ, അതായത് ഡ്യൂട്ടി ഫ്രീക്ക് വേണ്ടി മാത്രം കുറച്ച് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഒരു അവാർഡ് ഫംഗ്ഷന് വേണ്ടി ഇപ്പോൾ സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ഗ്രിൽ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത് ഇതാണ്ടോ ബോട്ട് ഡെസ്കിലാണ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഗ്രിൽ റെസ്റ്റോറൻറ്റ്, ഗ്രിൽ ലോഞ്ച്, സൺ ഡെസ്ക്, ക്യാപ്റ്റൻസ്. അതായത് നമ്മൾ വന്നപ്പോൾ മുതൽ പറയുന്നുണ്ടായിരുന്ന കാര്യമാണ്, അതായത് 67 സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്. നിങ്ങളിതിൻ്റെ ഷിപ്പിൻ്റെ ഫുൾ ജേണീനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇതുണ്ടോ എ ജേണി ത്രൂ ദ ടൈം. ഓക്കെ, ഇവിടെ ദ ലോഞ്ച് ടൈം 967 ഓക്കെ ആണ് ഇത് ലോഞ്ച് ചെയ്തത് കേട്ടോ. 969 കണ്ടോ പണി കഴിഞ്ഞ് ഷിപ്പ് ഇറങ്ങി. 972 ഒരു ബോംബ് ത്രെഡ് ആയിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു അങ്ങനെ 75 78 എന്തൊക്കെയായിരുന്നു ഓരോ സമയങ്ങളിലും ഇതിന് സംഭവങ്ങളുണ്ടായിരുന്നു, അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വീഡിയോ ഫുൾ ലെങ്തായി പോകും. 98, 2002, 2007, 2018 ഇതാ നമ്മൾ ഹോട്ടൽ ഓപ്പൺ ചെയ്തത്. അതായത് ഫുൾ ഹോട്ടലിന് വേണ്ടി സെറ്റപ്പൊക്കെ ചെയ്തിട്ട് ലക്ഷറി ഡെസ്റ്റിനേഷനായ ദുബായിൽ സെറ്റ് ചെയ്ത് 2018 ഹോട്ടൽ ഓപ്പണിങ് ചെയ്തെന്നുള്ളത്. അതേപോലെ 2008 ഷിപ്പ് ഫൈനൽ ദുബായിൽ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു. അത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങൾ ഇത് ചെയ്യുന്നില്ല, ജസ്റ്റ് എന്തായാലും ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഷിപ്പിനകത്ത് തിയേറ്ററും ഉണ്ട് കേട്ടോ. പണ്ട് കാലത്ത് തിയേറ്ററാണ്, ഇപ്പോൾ വർക്കിംഗ് അല്ല. ഇപ്പോൾ ജസ്റ്റ് കിഡ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഒരു ഏകദേശം ഒരു 100-150 പേർക്ക് ഇരുന്ന് കാണാവുന്ന രീതിയിലാണ് ഈ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. എവിടെ പോയാലും ഒരു കുറവുമില്ല ഈ സാധനത്തിന്. ആ സിന്തറ്റിക് ട്രാക്കാണ് ഇതിന് മേലെ. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇതുപോലെയുള്ള പല ഫംഗ്ഷൻസും നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഹോട്ടലിനകത്തുണ്ട് കേട്ടോ. വേറെയും 2-3 ഫംഗ്ഷൻസ് അകത്ത് നടക്കുന്നുണ്ട് തോന്നുന്നു. പുറമേ നിന്നുള്ളവർക്ക് വന്നിട്ട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സൺ ഡെസ്ക് ഏറ്റവും മേലെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ പോകാൻ പറ്റുമല്ലോ അല്ലേ. ക്യൂൻ എലിസബത്തിൻ്റെ മീറ്റിംഗ് റൂമാണ് കേട്ടോ അത്. മീറ്റിംഗ് റൂമിൽ കയറിയിട്ട് അലങ്കോലമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. റീഡിങ് റൂമാണിത്. റീഡിങ് ഇവിടെ ഏതോ കമ്പനിയുടെ പാർട്ടിയും കാര്യങ്ങളും നടക്കുന്നുണ്ട്, അതിൻ്റെതാ അങ്ങനെയുള്ള ബഫേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ക്യൂൻ എലിസബത്തിൻ്റെ രാത്രി കാഴ്ചകൾ കാണണ്ടേ. ഇവിടെ പാർട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവിടെ ഒരു അവാർഡ് ദാനത്തിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ പുറത്തിറങ്ങി നമ്മൾ രാത്രിയുടെ കാഴ്ചകളിലൂടെ കാണാമെന്ന് വിചാരിച്ചിട്ടേ. എങ്ങനെയുണ്ട് ഫുൾ ലൈറ്റിൽ കാണുമ്പോഴേ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ റെഡ് കാർപ്പറ്റിലൂടെ തിരിച്ച് നടന്ന് നമ്മുടെ ഫ്ലോട്ടിംഗ് ഹോട്ടലിനോട്ട് വിടവാങ്ങുകയാണ്. അപ്പോൾ വീഡിയോയിൽ കുറച്ച് കുറവും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. ഒരിക്കൽ കൂടെ വീണ്ടും കാണാം അടുത്ത ആഴ്ച. ബൈ ബൈ.